സുഹൃത്തുക്കളെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ വണ്ടികൾ എന്താണ് ഇങ്ങനെ ഒതുക്കി നിർത്തിയിട്ടിരിക്കുന്നത്. ഇതാണ് സംഭവം കേട്ടോ. നമ്മൾ റോറോ കയറാൻ പോവാം. വൈപ്പിനിലാണ്. വൈപ്പിനിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് ജങ്കാർ കയറാൻ പോകണ്ട. അപ്പോൾ ഈ ഒരു സർവീസ് നിർത്താൻ പോയെന്നും പറയുന്നുണ്ട്. ഇതാണ് വൈപ്പിൻ ഫോർട്ട് കൊച്ചി റോറോ. ഇത് 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് കൊച്ചിൻ കോർപ്പറേഷനാണ്. നിലവിൽ ഇതിൻ്റെ നടത്തിപ്പവകാശം KSINCക്കാണ്. നിലവിലിവിടെ 3 ജങ്കാർ വേണമെന്നും പറഞ്ഞിട്ടുള്ള സമരസമിതിയൊക്കെ പല സമരങ്ങളും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇവിടെ. പിന്നെ നല്ല തിരക്കായിരിക്കും, പിന്നെ നല്ല അതിമനോഹരമായ കാഴ്ചകളുണ്ടാവും. ചില സമയത്ത് ഇത് റിസ്ക്കും ആയിരിക്കും യാത്ര, പ്രത്യേകിച്ച് മഴക്കാലത്തും. ചില കപ്പലുകളുടെയൊക്കെ പാസിംഗ് ഉള്ള സമയത്തും ഇതുപോലെ തന്നെ ഇച്ചിരി റിസ്ക്കും ആയിരിക്കും. പിന്നെ ഈ കാണുന്നത് പുതിയതായിട്ട് ഇവിടെ വന്ന സമൃദ്ധി കൊച്ചിയാണ്ടോ. ഇവിടെയാണ് 20 രൂപയ്ക്ക് ഊണ് ലഭിക്കുന്നത്. ഗൈസ്, നമ്മളിന്നേ ഫോർട്ട് കൊച്ചിയിലാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോൾ റോറോ സർവീസാണ്. ഈ റോറോ സർവീസ് കൊച്ചിനെയും അതുപോലെ തന്നെ വൈപ്പിനെയും ബന്ധിപ്പിക്കുന്നതാണ്ടോ. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടായിരുന്നു. ഇങ്ങനെ ഇതിൻ്റെ സർവീസ് ഭയങ്കര നഷ്ടത്തിലാണ്. കൊച്ചിൻ കോർപ്പറേഷനാണ് ഇതിൻ്റെ ഓണേഴ്സ്. ഈ ഒരു റോറോ സർവീസിൻ്റെ അല്ലെങ്കിൽ ഈ റോറോൻ്റെ ഓണേഴ്സ് KSINC ആണ് ഇപ്പോൾ ഇത് റൺ ചെയ്യുന്നത്. അപ്പോൾ കോർപ്പറേഷന് നഷ്ടമാണ്. അപ്പോൾ ഇത് നിർത്തും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ന്യൂസ് കേട്ടായിരുന്നു. പക്ഷേ ഇത് നിർത്തുവാണെങ്കിൽ ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഈ ന്യൂസ് എത്രമാത്രം സത്യമാണെന്ന് അറിയില്ല. ഇതപ്പോൾ കോർപ്പറേഷനും KSINCയും തമ്മിലുള്ളൊരു തർക്കമാണെന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. നിലവിൽ എന്താ പറയുക, ആളുകൾക്ക് ഒരുപാട് ഉപകാരമാണ് ഈ ഒരു സർവീസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെ എന്താ പറയുക, കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലേക്ക് പോകാനോ വൈപ്പിനിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകാനോ ഒക്കെ ഏറ്റവും ഗുണകരമാണ്. ഇത് ഒരാൾക്ക് പാസഞ്ചർക്ക് 3 രൂപയും ബൈക്കിന് 10 രൂപയാണ്. പിന്നെ വലിയ വാഹനങ്ങൾക്ക് വലിയ നിരക്ക്. എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരിക്കും ഏറ്റവും കുറവും ചാർജസും എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇത് എങ്ങനെ നഷ്ടമാവുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനിൻ്റെ ഇവിടുത്തെ ആളുകളോട് ചോദിച്ചാൽ പറഞ്ഞത് ഈ ഒരു റോറോ കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലേക്ക് വരാനോ അല്ലെങ്കിൽ വൈപ്പിനിൽ നിന്ന് കൊച്ചിയിലേക്ക് വരാനോ ഒരു പ്രാവശ്യം 450 രൂപയുടെ ഡീസൽ വേണമെന്നാണ് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത്. ഇത് എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ മൊത്തത്തിലുള്ള ചിലവൊക്കെ പരിഗണിക്കുമ്പോൾ നഷ്ടമാണോ ലാഭമാണോ എന്നും നമുക്ക് പിടുത്തില്ല. നമ്മൾ ഈ ഒരു വാർത്തയെ അടിസ്ഥാനമാക്കിയിട്ടാണ് സംസാരിച്ചത്. നിലവിൽ കുറേ ഓൺലൈൻ ചാനലുകളും പിന്നെ ഒരു പ്രിൻ്റഡ് മീഡിയയിലും ഞാൻ കണ്ടായിരുന്നു നഷ്ടമാണ്. ഇപ്പോൾ നഷ്ടമാണെങ്കിൽ തന്നെ നിർത്താനുള്ള സാധ്യതകൾ എത്രമാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിങ്ങനെ ഒരു സാധ്യത ഉണ്ടാവില്ലെന്ന്. കാരണം ഇത് ഇത്രയും ജനങ്ങളെ വലച്ചിട്ടുള്ളൊരു സർവീസ് എന്തായാലും നിർത്താനുള്ള സാധ്യത ഇല്ല. നിലവിൽ ബോട്ടുകളും ഇല്ല ഇവിടെ. ഈ ഒരു ജങ്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ന്യൂസൊക്കെ എങ്ങനെ വന്നതാണ് എന്താണെന്നൊരു പിടുത്തമില്ല. അപ്പോൾ ജസ്റ്റ് ഞാനിതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊക്കെ ഒന്ന് അറിയാനും ഇത് സ്റ്റാഫിനോടൊക്കെ ഒന്ന് ചോദിക്കാനായിട്ട് വന്നതാണ്. പിന്നെ സ്റ്റാഫിനൊന്നും നമുക്ക് അവരുടെ പെർമിഷൻ ഇല്ലാതെ ഒന്നും കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവരുടെ ഫുട്ടേജസ് ഒന്നും എടുത്തിട്ടില്ല. ഈ ഒരു സർവീസ് ഇവിടെ ഉണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയുള്ള സർവീസിൻ്റെ ആവശ്യകത വളരെയധികമാണ്. ഇപ്പോൾ നിലവിൽ ഇവിടെ ഒരു 3 റോറോ സർവീസെങ്കിലും വേണമെന്നാണ് ഇവിടുത്തെ സമരസമിതി മറ്റു കാര്യങ്ങളൊക്കെ നേരത്തെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനിവിടെ നിലവിലൊരു മാസത്തേക്ക് ഒരു 4 പ്രാവശ്യം 5 പ്രാവശ്യം വരുന്ന ആളാണ്.